ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പകരക്കാരിയായിട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംശയ വികാരത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് എല്ലാം പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എനിക്ക് ജനിച്ചത് കുമരകത്താണ്. എനിക്ക് അദ്ദേഹം ചെറുപ്പകാലത്തൊട്ട് ഈ പുതുപ്പള്ളിയുടെ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും കാൽനടയായും സൈക്കിളായും കിട്ടുന്ന വാഹനം എല്ലാം ഏറി വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഉള്ളിൽ ഒരു ശൂന്യത, മൂകത അദ്ദേഹം ഉണ്ടാക്കേണ്ടതുപോലെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഏത് ദുഃഖവും പങ്കുവെക്കുമ്പോൾ അത് കുറഞ്ഞു വരും. സമയം അതിനെ ഉണക്കും. എന്നാലും കുറേ അധികം സമയമെടുക്കും. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ഒരു വാക്യൂം, ശൂന്യത, മൂകത നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നു. ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. ഉമ്മൻചാണ്ടി സ്നേഹിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടി നെഞ്ചേറ്റിയ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഹൃദയത്തിന് അടിത്തട്ടിൽ നിന്ന് പറയുന്നതാണ്. എനിക്കൊരു സാഹിത്യഭാഷയോ ഞാനൊരു ഇലക്ഷനോ നിന്നിട്ടില്ല. പക്ഷേ ഞാൻ പലപ്പോഴും ഒരു 3-4 മാസം ഇടയ്ക്കിടയ്ക്ക് വരും. കുഞ്ഞിൻ്റെ കല്ലറി വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ, കഴിഞ്ഞ 2 ആഴ്ചക്ക് വന്നപ്പോൾ വിങ്ങിപ്പൊട്ടുന്നു, പൊട്ടിക്കരയുന്നു, കണ്ണു നനയുന്നു അനേകരെ എനിക്ക് കടന്നു ഇടവന്നു. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ കുടുംബവും ഒരു ജൂണിയർ ഉമ്മൻചാണ്ടി തന്നിട്ടാണ് പോയിരിക്കുന്നത്. ചാണ്ടിമോനും MLA ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ കഷ്ടപ്പെടുകയും എല്ലാവരെയും ചേർത്തുപിടിക്കുകയും ചെയ്യുന്ന ഒരു ആളാണ് എന്ന് ഞാൻ MLA കുറിച്ച് ഒരമ്മയെന്നില്ല സത്യമായിട്ടൊരു കാര്യം പറയാം. എനിക്ക് കൂടുതലായിട്ട് ഫ്രാൻസിസ് ജോർജുമായിട്ട് എനിക്ക് പ്രത്യേകം അദ്ദേഹം എല്ലാ വിജയങ്ങളും ആശംസിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തെ എനിക്കൊരു പ്രത്യേക ഒരു അടുപ്പമുണ്ട്. അതൊരു രസകരമായൊരു കഥയാണ്. ഉമ്മൻചാണ്ടി ചെറുപ്പത്തില് MLA ആയിരിക്കുന്ന ഒരു സമയം ഒരു ഷർട്ട് 2 ഷർട്ടും മുടിയുള്ളൂ. തീർച്ചയായും ഡോബി എന്നും ദിവസം ഒരെണ്ണേ ഉള്ളൂ. അത് പിറ്റേന്ന് കൊണ്ട് ഇടാനില്ല. അങ്ങനെ ഒരു ദിവസം വന്നപ്പം ഡോബിക്ക് അത് ഷർട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അസംബ്ലി നടക്കുന്ന സമയമാണ്. ഉമ്മൻചാണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിൻ്റെ ഫാദർ KM ജോസ് സാറിൻ്റെ, അദ്ദേഹം ഒരു വലിയ ഫിസിക്കാണ്. ഷർട്ട് ഇട്ടോട്ട് വന്നപ്പോഴത്തേക്ക് മുട്ടിന് താഴെ കിടന്ന് ഷർട്ട് ഇടുന്നു. അസംബ്ലിയിലുള്ള എല്ലാവരും പരിഹസിച്ചിരിച്ചു. അതാണ് എനിക്ക് എപ്പോഴും ഫ്രാൻസിസ് ജോർജ് സാറുമായിട്ടുള്ള ഓർമ്മ വരുന്നത്. ഉമ്മൻചാണ്ടി നമുക്കൊരു വികാരമാണ്, ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഞാൻ എനർജി കൊള്ളുന്ന, എനിക്ക് വീട്ടിൽ പോകുമ്പോൾ വിഷമമുണ്ട്. എനിക്കത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിഷമമുണ്ട്. ആ വിഷമത്തെ ആ ഒരു എനർജിയാക്കി, ഒരു ഊർജ്ജമാക്കി മാറ്റുവാൻ ഇവിടെ ഒരുപാട് കുറച്ച് പേര് ഇരിപ്പുണ്ട്. എനിക്ക് ഒരുപാട് പേരൊക്കെ അറിയാം, ഒരുപാട് പേർക്ക് എന്നെ അറിയാം. എനിക്കത് മാത്രമേ സ്നേഹിക്കുന്നു. ത്യാഗം അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, കഷ്ടപ്പെടാൻ തയ്യാറാണ്, ആരോഗ്യം അനുവദിക്കുന്നതോളം എന്ന് പറയുന്നതാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർക്ക് പൂർണ്ണമായ ഒരു സമ്പൂർണ്ണ വിജയം, ചാണ്ടിയമ്മന് കൊടുത്തതിനേക്കാൾ നല്ലൊരു വിജയം നിങ്ങൾ കൊടുക്കണം. ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിനെ ഞാൻ സ്നേഹിക്കുന്നു, ഇന്ത്യയെ ഞാൻ സ്നേഹിക്കുന്നു, കർഷകരെ ഞാൻ സ്നേഹിക്കുന്നു. ആടാനോട് ചവിട്ടുകെട്ട ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ദുഃഖം ഭയങ്കരമായിട്ട് കരയുന്നു. സിദ്ധാർത്ഥന് വേണ്ടി ഞാൻ കരയുന്നു. അവിടെ എന്തെങ്കിലും ഞാനൊന്ന് പോകും. എനിക്ക് രാഷ്ട്രീയം ഒന്നും പറയാൻ അറിയത്തില്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ പറ്റൂല. എനിക്ക് എന്തെങ്കിലും എഴുതി വെച്ച് പഠിച്ചുകൊണ്ട് പറയാനൊന്നും പറ്റത്തില്ല. എൻ്റെ ബ്രെയിൻ അത് സമ്മതിക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൽ അത് പറയാനേ പറ്റത്തില്ല. പണ്ട് ഇങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, പലരും അങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വന്ന വാക്കുകളെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കത് പഠിച്ചു
പറയാനൊന്നും പറ്റുന്ന പലരും അങ്ങനെ പറയാറുണ്ട്, കൊടുക്കില്ലായിട്ടുമുണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഒരു പകരക്കാരായിട്ട് ഞാൻ നിൽക്കുന്നു. ഇന്ന് ഞാൻ സ്നേഹിക്കുന്നു, കോൺഗ്രസിനെ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച് ജീവൻ വഴി ഞാൻ നെഹ്റു കുടുംബത്തെ സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രീമാൻ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് ആർജവത്തോടെ, ഇപ്പൊ സാമ്പത്തിക ഞെരുക്കമൊക്കെ ഒരുപാട് ഞെരുക്കപ്പോൾ അതിന് കൗണ്ടർ എഫക്റ്റ് ഉണ്ട്. ഞെരുക്കം കൂടുന്തോറും ആത്മാവിന്റെ വീര്യം കൂടും. അപ്പൊ ആ വീര്യത്തോടെ, ഊർജിത വീര്യത്തോടെ പ്രവർത്തിച്ച് അദ്ദേഹത്തിന് വലിയൊരു സമ്പൂർണ്ണ വിജയം കൊടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ വാക്കുകളെ ചെറുക്കുന്നു. നന്ദി, നമസ്കാരം.